Hello, good evening. Welcome you all to my YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗുഡ് പേരൻറ്റിങ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആക്കിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ 9 കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒന്നാമത്തേത്, നമ്മൾ കുട്ടികളെ ബൂസ്റ്റ് യുവർ ചൈൽഡ് സെൽഫ് എസ്റ്റീം. കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരെ വിടുകയും, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രാപ്തി നേടുകയും ചെയ്യും. അപ്പം അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ അവരൊക്കെ ഒരു വാല്യൂ കൊടുക്കണം പേരൻ്റ്. കുട്ടികളെന്നുള്ള അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ലെറ്റ് ദം ഡു, അവരെ കൊണ്ട് ഇത് ചെയ്യുക. അത് ഒന്നാമത്തെ പോയിൻ്റാണ്. ആരെങ്കിലും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴും കറക്റ്റ് ഗുഡ് പേരൻറ്റിങ്. അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, കുട്ടികൾ നല്ല ഒരു പൗരനായിട്ട് വളർത്തുന്നതിന് ഗുഡ് പേരൻറ്റിങ്ങിന് വളരെ അധികം ഉണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ ബാലപാഠങ്ങൾ നമ്മൾ പഠിക്കുന്ന വീട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് കൊടുക്കുന്ന പേരൻസാണ്. അപ്പോൾ പേരൻസിന് റൈറ്റായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ പിള്ളേർ വഴിതെറ്റിപ്പോവും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ലിറ്റ്സ് ബീങ് ഗുഡ്. ചില പേരൻസുകളുണ്ട്, ചില പേരൻസ് അവർ ഈ കൊച്ചുങ്ങളെ എപ്പോഴും അവരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, കൊച്ചു കുട്ടികൾ അവരുടെ പ്രായത്തേവൻ അപ്പം അവരെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നൈസർ വേയിൽ പറഞ്ഞു കൊടുത്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുക എന്നൊക്കെ പറയാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു അവരുടെ ഈ വീര്യം വർദ്ധിപ്പിക്കുന്നതിന്, വീര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കഴിവുകൾ അവർ വീണ്ടും നല്ല രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ആ പേരൻറ്റിങ് നല്ലതല്ല. കുട്ടികളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുകൊണ്ട് അവരെ മാനസികമായിട്ട് അവരൊക്കെ അത് വളരെ ഇതായിരിക്കും. കുട്ടികൾ എന്നുള്ള ഇതിൽ നമ്മൾ വിചാരിക്കും അവരൊക്കെ അതൊന്നും അറിയില്ലെന്ന്. അത് മനസ്സിനെ അത് വല്ലതുപോലെ വിഷമിപ്പിക്കും. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, നിങ്ങളെ ബോസ് വന്ന് എപ്പോഴും നിങ്ങളെ ഒരു ആലോചിച്ച് നോക്ക്. ജസ്റ്റ് സെൽഫായിട്ട് നിങ്ങൾ കുട്ടിയുടെ സ്ഥാനത്താണെന്നുള്ളതിൽ നിങ്ങൾ എപ്പോഴും വന്ന് ഇതേപോലെ എന്ന് ഓരോ കുറ്റപ്പെടുത്തലോ ഇത് പറയാം, നമുക്ക് അത് ഹാർട്ട് ചെയ്യില്ല കയ്യിൽ. സെയിം ഇത് തന്നെ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം, കൊച്ചു കുട്ടികളെ ഇത്തിരിയൊക്കെ ഉള്ള കുട്ടികളാകുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതിന് മുമ്പേ അന്ന് ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നീ അന്ന് ചെയ്ത കൊള്ളാം അതൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ മനസമാധാനമായിട്ട് കൊച്ചുങ്ങൾ കിടന്ന് ഉറങ്ങും. അത് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, അടുത്തത് സെറ്റ് ലിമിറ്റ്സ്, ബി കൺസിസ്റ്റന്റ് വിത്ത് ഡിസിപ്ലിന്. കുട്ടികളെ നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത് ആദ്യം വീട്ടിൽ നിന്നാണ്. ഡിസിപ്ലിൻഡ് വീട്ടിലല്ലാത്ത കുട്ടികൾ വെളിയിൽ പോയാലും അത് കാണിക്കുക അവനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുന്നതാണത്. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളും അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ വീട്ടിൽ നിന്ന് തന്നെ പരിശീലിപ്പിക്കും. അത് കഴിയുമ്പോൾ ഒരു സേർട്ടൺ ടൈം കഴിയുമ്പോൾ അവരൊക്കെ അറിയാം. അപ്പോൾ അവരുടെ പിന്നെ ഉള്ള പ്രവർത്തികളിലെല്ലാം അതുപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം ആളുകളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ഇത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ അതൊരു ഗുഡ് പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇതാണ്. അവർ നല്ലതുപോലെ ഡിസിപ്ലിൻ, അതിൽ ചെറിയ കോംപ്രമൈസ് ചെയ്യരുത്. അതും നൈസർ വേണ്ടി നല്ല രീതിയിൽ കൊച്ചുങ്ങളെ ഈ അടിയും മറ്റതൊന്നും അതിൻ്റെ ഒരു ഇഫക്റ്റീവ് വേ അല്ല. അതൊരു സൊല്യൂഷനും അത് ശരിയാവത്തില്ല. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചുങ്ങളെ അടിക്കുകയും അത് അപ്പം അത് നമുക്ക് ചിലപ്പോൾ അത് പേടി കൊണ്ട് അവരപ്പോഴും അത് ചെയ്യണം. പക്ഷെ അത് അവർ കൂടുതൽ റെബല്യൻസ് ആയിട്ട് വരും.
അവർ കുട്ടിക്കാലത്ത് അവർക്ക് വേറെ ഓപ്ഷനില്ല, അവർക്ക് അവർ പിടിച്ചു നിൽക്കാൻ ഒക്കാത്തതുകൊണ്ട് അവരത് ചെയ്ത് ചെയ്യും. പിന്നെ അത് കുറേ കഴിയുമ്പോൾ അവർ നമ്മൾ വലുതാകുമ്പോൾ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്തത് മേക്ക് ടൈം ഫോർ യുവർ കിഡ്സ്. നിങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കുറച്ച് സമയം അവരുമായിട്ട് ദിവസവും സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് സന്തോഷമായിട്ട്. ഫാമിലി ടൈം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഗുഡ് പേരൻറ്റിങ്ങിൻ്റെ, എഫക്റ്റീവ് പേരൻറ്റിങ്ങിൻ്റെ അടുത്ത ഒരു ഇതാണ് പറയുന്നത്. നല്ലതുപോലെ കുട്ടികളുമായിട്ട് ഇത്തിരി നേരം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഫാമിലി ഫ്രണ്ട്സ് ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമുകൾ കളിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് പോവുക. ഫാമിലി ക്വാളിറ്റി ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ്, ബി എ ഗുഡ് റോൾ മോഡൽ. പേരൻസിൽ നിന്നാണ് കുട്ടികൾ സ്വഭാവങ്ങളൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും കിടന്ന് അടികൂടെയും വഴക്കൂടെയും കൊച്ചുകളെ മുമ്പേ ഇത് ചെയ്യാം, അല്ലെങ്കിൽ കിടന്ന് മറ്റേ സ്വയർ വേർഡ്സുകൾ പറയും, അല്ലെങ്കിൽ സത്യസന്ധമല്ലാതെ പെരുമാറുകയും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് പഠിക്കുന്ന. അപ്പോൾ റോൾ മോഡൽ അച്ഛൻ്റെ ആ പേരൻസിൽ നിന്നാണ് പഠിക്കുക. അപ്പം നമ്മൾ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. പേരൻറ്റിങ്ങിൽ ഇങ്ങനെ ഉള്ള ബാഡ് ഹാബിറ്റ്സുകൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. യു മസ്റ്റ് ബി എ റോൾ മോഡൽ. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് നിങ്ങളൊരു മോഡലാവണം. നിങ്ങളെ കണ്ടാണ് പഠിക്കേണ്ടത് അവർ. അപ്പോൾ അതിൽ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് മേക്ക് കമ്മ്യൂണിക്കേഷൻ എ പ്രയോറിറ്റി. ചിലർ കുട്ടികളുടെ അടുത്തൊക്കെ ഈ വന്ന് അത് ചെയ്യും. നമ്മളിപ്പം പേരൻറ്റിങ്ങിനൊക്കെ പേരൻസിന് അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമ്മൾ ബൈ ഫോഴ്സായിട്ട് ഇതൊക്കെ പറയുമ്പം ചിലപ്പോൾ അവരതിൻ്റെ കാരണം അത് നമ്മൾ അല്ലെങ്കിൽ നൈസർ വേയിൽ നമ്മൾ അത് ചെയ്താൽ നമുക്ക് ഇന്ന പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നീയും കൂടെ ഹെൽപ്പ്, ഇതൊക്കെ പറയുമ്പോൾ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു സർട്ടൻ ലെവലൊക്കെ ടീനേജേഴ്സൊക്കെ ആകുമ്പോൾ. അല്ലാതെ നീ അത് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെയുള്ള സ്വഭാവമുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അത് പിള്ളേരുമായിട്ട് നല്ല നിലയിൽ പോണതിന് അത് ഇതുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അതെന്തിന് ചെയ്യണമെന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണം. ഗുഡ് പേരൻറ്റിങ്ങിൻ്റെ അടുത്ത ഏഴാമത്തേതിന് അടുത്ത ചില പേരൻസുകളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നീ പറയുന്ന പോലെ കേൾക്കണം. അല്ലെ, കൊച്ചു കുട്ടികളാണ്. ചില കുട്ടികൾ ഓരോ വർഷങ്ങൾ കഴിയുന്നവരും അതിൻ്റെ ലെവലിൽ സ്വഭാവത്തിലുമൊക്കെ മാറ്റങ്ങൾ അത് പേരൻസ് അറിഞ്ഞിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ചില കൊച്ചുങ്ങളെയൊക്കെ പേരൻസ് ഈ പോട്ടി ട്രെയിനിങ് ഉണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വന്നാൽ അതിൻ്റെയൊക്കെ ഈ നാപ്പിയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ട്രെയിൻ ഇപ്പോൾ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ചെയ്യണം. അത് ഇന്ന് തൊട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ആ ഏത് കാര്യങ്ങളായിരുന്നാലും ആ പ്രായവും അതും ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പേരൻസിന് ഉണ്ടായിരിക്കണം. കുട്ടികളാണെന്നുള്ള ഇത് വരണം. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ ഇതുപോലെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അടുത്ത ഷോ ദാറ്റ് യുവർ ലവ് ഈസ് അൺകണ്ടീഷണൽ. നമ്മൾ പിന്നെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് തോന്നലുണ്ടാവണം. ചില പിള്ളേർക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഇഷ്ടമില്ല. അവർ അൺകണ്ടീഷണലായിട്ട് അവരെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും വളരെ നല്ല, ഈവൻ അവരൊരു മിസ്റ്റേക്ക് ചെയ്താലും പറയാം, മോനെ കുഴപ്പമില്ല, ഇനി അത് നീ ചെയ്യില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കും. അല്ലാതെ നമ്മൾ ബൈ ഫോഴ്സിൽ കൂടെ നമുക്ക് ഒന്നും ഒരു നല്ല പേരൻറ്റിന് അങ്ങനെ നല്ല പേരൻ്റ് അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ ഫോഴ്സിൽ കൂടെ പറഞ്ഞാൽ കുട്ടികൾ അത് കേൾക്കില്ല. അത് കേട്ടാലും അത് അവർ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗുഡ് പേരൻറ്റിങ്ങിൻ്റെ കുറിച്ച് ആ മെഡിക്കൽ എക്സ്പെർട്ടുകൾ
അവർ സ്റ്റഡി ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു പേരൻ്റ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ക്വാളിറ്റികൾ വേണമെന്നാണ് പറയുന്നത്. അപ്പം ആരുടെയെങ്കിലും ഭാഗത്ത് പേരൻറ്റിങ്ങിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ അതൊക്കെ മാറ്റിയെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല പേരൻറ്റിങ്ങിൽ അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളൊക്കെ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ അവർ ചിലപ്പം വീട് വിട്ടൊക്കെ പോകും, അല്ലെങ്കിൽ പേരൻസുമായിട്ട് പിന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കാത്ത ഒരു ലെവലിലോട്ടും ആ ഒരു റെസ്പെക്റ്റ് അതിനു മുമ്പേ തന്നെ ബ്രേക്ക് ചെയ്ത് പോയി കാണും. അപ്പം അത് നമ്മളെ ഭാഗത്ത് നിന്ന് വരുന്ന ഇതാണ്. അതിൻ്റെ നമ്മൾ അവസാനം കതിരുമേ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. ആ തുടക്കത്തിൽ നമ്മൾ നല്ല രീതിയിൽ പേരൻറ്റിങ് ചെയ്യാതെ വരുമ്പം അവസാനം ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ വിചാരിച്ചാലും നമ്മളെ പിടിയിൽ നിൽക്കില്ല. അതുകൊണ്ട് ഗുഡ് പേരൻറ്റിങ് എല്ലാവരും അത് പഠിച്ചിട്ട് വീട്ടിൽ കുട്ടികളുടെ അടുത്ത് എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു അവരെ ഒരു ഭാവിയിലേക്ക് നല്ല ഉത്തമ പൗരന്മാരായിട്ട് വാർത്തെടുക്കുന്നതിന് നല്ല എഫക്റ്റീവ് പേരൻറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഒരല്പം വൈകിപ്പോയി. കാരണമെന്ന് പറഞ്ഞാൽ അപ്ലോഡിങ്ങിന് വൈകിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല, ഇപ്പം എൻ്റെ മോളെ വീട്ടിൽ 2 ദിവസം അവിടെ ആയിരിക്കും, ഗ്രാൻഡ് സണ്ണിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. അതുകൊണ്ടാണ് ഒരു അല്പം വൈകി പോയത്. ഓക്കെ, ബൈ എവരിബഡി, സീ യു ഓൺ ടുമോറോ. ഹാവ് എ നൈസ് ഈവനിങ്.